ഭാഗവതമാകുന്ന ശാസ്ത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജന്മാന്തരേ ഭവേൽ പുണ്യം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആളുകൾക്ക്. അത്ര സുഹൃതം ഉണ്ടെങ്കിലേ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്ക് പോലും എത്താൻ പറ്റില്ല എന്ന്. അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ശ്രദ്ധയോടുകൂടി കേൾക്കണം, ഒരു നിമിഷം പോലും പാഴാക്കരുതെന്ന്. അതിനാണ് മാഹാത്മ്യത്തിൽ പറഞ്ഞ് അനവധി ഉദാഹരണങ്ങൾ കൂടെ അതും വ്യക്തമാക്കി. ജന്മാന്തര സുഹൃതം കൊണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്. ഒരു 75 വയസ്സായിട്ടുള്ള ഒരാളോട് എത്ര പ്രാവശ്യം ഭാഗവതം മുഴുവൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മുഴുവൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാകും. എത്രയോ 100 പ്രാവശ്യം എന്നാണ് ഉത്തരം പറയേണ്ടത്. പക്ഷെ ഒരു പ്രാവശ്യം മുഴുവൻ ഉണ്ടാവില്ല. സപ്താഹം നടക്കണു, വിശേഷ ദിവസങ്ങളൊക്കെ അതിൽ പോകുന്നു, വഴിപാടൊക്കെ കഴിക്കുന്നു, കുറച്ച് പ്രഭാഷണമൊക്കെ കേൾക്കുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെ കുറേ സപ്താഹങ്ങളിലുണ്ടാവും. സമ്പൂർണമായിട്ട് കേൾക്കുക. ഇനി അഥവാ മുഴുവൻ അവിടെ ഇരുന്നാലും മുഴുവൻ കേൾക്കാൻ പറ്റിയില്ലെന്ന് വരില്ല. കാരണം നിദ്ര ബാധിക്കാൻ, മനസ്സ് ചഞ്ചലമാണ്, വല്ല ദിക്കിലേക്കൊക്കെ പോകാം. അതുകൊണ്ട് മുഴുവൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റുന്ന ആൾക്കാർ വളരെ വളരെയധികം കുറവാകും. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സേതൊക്കെയോ വഴിക്ക് പോകുന്നു. വായന നടക്കും, മനസ്സ് വേറേക്കിലേക്ക് പോകും. ഇത് കൂടാതെ വളരെ വിഷമം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സദസ്സിൽ നമുക്കൊരു ശാസ്ത്രം തന്നെയാണ്, അനേക ശാസ്ത്രം ബഹുവേദിതവ്യം. മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ട ഗ്രന്ഥങ്ങൾ അനേകം. അല്പശ്ച കാലഃ ബഹവശ്ച വിഘ്നാഃ. കാലം കുറവ്, അനേക വിഘ്നങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് എങ്ങനെ ചെയ്യും, എങ്ങനെ ശാസ്ത്രശ്രവണം? ഇത് കണ്ടറിഞ്ഞാണ് വേദം പകുത്ത ഭഗവാൻ തന്നെ, വേദവ്യാസ ഭഗവാൻ തന്നെ സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. എല്ലാ ഗ്രന്ഥത്തിൽ നിന്നും ആ സാരമായിട്ടുള്ള ഭാഗം എടുത്തു. ഏതാ സാരമായിട്ടുള്ള ഭാഗം? ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗം. അതാണ് സാരമായിട്ടുള്ള ഭാഗം. പല ഗ്രന്ഥങ്ങളിലും അതല്ലാത്ത ഭാഗങ്ങളും കൂടി കുറേ ചേർക്കേണ്ടി വന്നു, സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി. അപ്പോഴാണ് 1.25 ലക്ഷം ശ്ലോകം മഹാഭാരതത്തിലെ 5-ാമത്തെ വേദത്തിൽ പല പല കഥകളും പറയേണ്ടി വരുന്നു. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കും ചോദ്യത്തിന് ഉത്തരമായിട്ട്. അപ്പം നല്ല പോണം മനസ്സിലായി ഉണ്ടാവില്ല. ആ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൻ്റെ കാഠിന്യം നോക്കിയിട്ടാണ് ഉദാഹരണം പറയാം. ചിലപ്പോൾ ഒരു 10 ശ്ലോകം കൊണ്ട് കഴിയും, ചിലപ്പോൾ 10 അധ്യായങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ 10,000 ശ്ലോകം വേണ്ടി വരും. എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങൾ, പല പല കഥകളും പറയേണ്ടി വന്നു. കഥ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ട. കഥ നാമ ശാസ്ത്ര ചർച്ച. കഥ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ചർച്ച എന്നാണ് അതിന് അർത്ഥം. അത് സാത്വികമുണ്ട്, രാജസമുണ്ട്, താമസമൊക്കെ ഉണ്ട്. അതിൽ താമസമായിട്ടുള്ളൊക്കെ വർണ്ണിക്കേണ്ടി വന്നു. പിന്നെ രാജസം, തമോ ഗുണമൊക്കെ പോയി രജോ ഗുണമൊക്കെ കുറച്ച് വളർന്നു വന്നപ്പോൾ പിന്നെ രാജസ കഥകൾ പറഞ്ഞു. പിന്നീടാണ് സാത്വിക കഥകൾ. അധിക പുരാണങ്ങളും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ രജോ ഗുണപ്രധാനവും തമോ ഗുണപ്രധാനമാണ്. ഇത് ഗുരു ശിഷ്യ സംവാദം. സംവാദം എന്നെല്ലാത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പരീക്ഷിച്ചുക സംവാദം, വിദുര മൈത്രേയ സംവാദം എന്നൊക്കെ നമ്മൾ കേൾക്കും.
സംവാദം എന്ന് പറഞ്ഞാൽ സംവാദ കഥ എന്നാണ് അർത്ഥം. സംവാദ കഥ അതെങ്ങനെയുള്ളതാ? ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ. അതാണ് ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാവുമ്പോൾ അതിലൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല. നല്ല സത്വം ഗുണമായിട്ടിരിക്കും. കേൾക്കുമ്പോൾ നമുക്ക് നല്ല മനഃശാന്തി കിട്ടും. ഗുരുവിന് ശിഷ്യൻ്റെ സംശയം തീർത്തു കൊടുക്കണമെന്ന് മാത്രം വിചാരം. മറ്റ് ശാസ്ത്ര ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ജയപരാജയങ്ങളുണ്ട്. വാദിയെ തോൽപ്പിക്കുക, മറ്റുള്ളവരെ തോൽപ്പിച്ച് നമുക്ക് വിജയം കിട്ടണം, എന്നിട്ട് സമ്മാനം നേടണം എന്നൊക്കെയുള്ള വിചാരമുണ്ട് സഭകളിൽ ശാസ്ത്ര ചർച്ച നടക്കുമ്പോൾ. ചിലരൊക്കെ മറ്റുള്ളവരെന്തെങ്കിലും പറയണ്ടെങ്കിൽ അതിന് തടസ്സം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. അതിനൊക്കെ വിതണ്ടാ കഥ എന്നാ പറയാം. സംവാദ കഥ, ജൽപ്പകഥ, വിതണ്ടാ കഥ. വിതണ്ട ആർക്കും പ്രയോജനമില്ലാത്തത്. ജൽപ്പകഥയാകുമ്പോൾ പണ്ഡിതന്മാർക്ക് കുറച്ചൊക്കെ ഒന്ന് രസിക്കാനുണ്ടാവും. സംവാദ കഥയാണ് ശരിയായിട്ടുള്ളത്. ഗുരു ശിഷ്യ സംവാദം. ജയപരാജയങ്ങളുണ്ടോ? അവിടെ ഒന്നുമില്ല. സത്യം മാത്രം പറഞ്ഞു കൊടുക്കുക. തൻ്റെ ശിഷ്യൻ്റെ സംശയം തീർത്തു കൊടുക്കണമെന്ന് മാത്രം ഗുരുവിന് വിചാരം. ശിഷ്യനെന്ത് വിചാരം? ഈ മഹാത്മാവിനെ കാണാൻ കഴിഞ്ഞ തന്നെ വലിയ ഭാഗ്യം, എല്ലാം ചോദിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രം ശിഷ്യനും വിചാരം. അപ്പം അവർ തമ്മിലുള്ള സംഭാഷണമാവുമ്പോൾ വളരെ ശ്രേഷ്ഠമാവും. കേൾക്കുന്നവർക്ക് നല്ല മനഃശാന്തി ഉണ്ടാക്കുന്നതായിത്തീരും. അതാണ് ഇവിടെ ഗുരു ശിഷ്യ സംവാദം. ശിഷ്യന്മാരെത്രയും ശ്രദ്ധിച്ചിരിക്കണോ അതനുസരിച്ച് ഗുരുവിന് സന്തോഷം. ഗുരു എത്രയും സംശയം തീർത്ത് പറഞ്ഞു കൊടുക്കുന്നുവോ അത്രയും ശിഷ്യന് സന്തോഷം. ശിഷ്യന് എത്രയും ശ്രദ്ധ വേണം. അതാണ് പരീക്ഷത്തിനെ ഇവിടെ അവതരിപ്പിച്ചു. ഒരു ശാപം കിട്ടിയെന്നും 7 ദിവസം കഴിഞ്ഞാൽ മരണം സംഭവിക്കും, തക്ഷകൻ്റെ കടിയേൽക്കും എന്ന് ശാപം കിട്ടിയെന്ന് പറഞ്ഞത് അതിനാണ്. എപ്പോഴാണ് മനസ്സ് മറ്റെങ്ങും പോകാതെ ഇരിക്കുക, വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുക? മരണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രം. ആഘാതം നീയമാനസ്യ വധ്യസ്യേവ ന തുഷ്ടിദഃ. അതാണ് മരണം തീരുമാനമായി കഴിഞ്ഞാൽ മറ്റൊന്നിലും താല്പര്യം ഉണ്ടാവില്ല. അതാണ് ശാപം കിട്ടിയെന്ന് പറഞ്ഞ കഥയുടെ താല്പര്യം. ശാപം കിട്ടിയെന്നല്ല അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. അത്രയും വിരക്തി വന്നു എന്ന് പറയണമെങ്കിൽ അങ്ങനെ കഥയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഗുരുനാഥൻ ശരീരാഭിമാനം പോലും ഇല്ലാതെ ഭഗവാനിൽ മാത്രം മനസ്സ് വച്ചുകൊണ്ടുള്ള ആൾ. അതാണ് അതും 1-ാം സ്കന്ധത്തിൽ വർണ്ണിച്ചു.